കെ.പി.സി.സിയുടെ പുതിയ നേതൃത്വത്തിനെതിരെ മാധ്യമങ്ങൾ ബോധപൂർവമായ നെഗറ്റീവ് വാർത്തകൾ നൽകുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പുതിയ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നിന്നും ചില നേതാക്കൾ മുൻനിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ വിട്ടുനിന്നപ്പോൾ തെറ്റായ പ്രചരണമുണ്ടായി. പുതിയ ടീമിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വിശ്വാസമുണ്ടെന്നും ഇവർ പഞ്ചായത്തും നിയമസഭയും ജയിപ്പിക്കുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഷാഫി പറമ്പിലിനെയും അനിൽകുമാറിനെയും താഴെ നിർത്തി കോൺഗ്രസ് നേതൃത്വം. ഈ ചിത്രം കണ്ടാൽ ബി.ജെ.പി. CPM ഏജന്റുമാരായ ചില കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്ന തലക്കെട്ടാണിത്. ഇക്കൂട്ടരാണ് കെ.പി.സി.സിയുടെ പുതിയ ടീമിനെതിരെ ബോധപൂർവമായി നെഗറ്റീവ് വാർത്തകളുമായി കടന്നുവരുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയാം. ടീം കെ.പി.സി.സിയുടെ ചുമതല ഏറ്റെടുക്കലിന് പലരും വിട്ടുനിന്ന് എന്നാണ് ചില വിദ്വാൻമാരുടെ കണ്ടെത്തൽ. വിട്ടുനിന്നതല്ല, ചില മുൻനിശ്ചയിച്ച പരിപാടികൾ കാരണം പാർട്ടിയെ അറിയിച്ചതാണ് എന്ന് പറയുമ്പോൾ പറയുന്നത് ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്നാണ്. ഞങ്ങൾ പങ്കെടുക്കാത്തതിന്റെ കാരണം നിങ്ങളെ അറിയിക്കാൻ സൗകര്യമില്ല. കാരണം ലീവ് അറിയിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ ചാനലിലെ ജീവനക്കാരല്ല. ഇന്നലത്തെ ചാർജ് എടുപ്പിൽ നിന്ന് ആന്റോ ആന്റണി വിട്ടുനിന്നു എന്ന ക്രൂരമായ വാർത്ത ചിലർ കൊടുത്തു. ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തകനായ DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാനും ആന്റോ ആന്റണിയും എല്ലാം ആ വിലാപയാത്രയുടെ ഭാഗമായി ആംബുലൻസിൽ ഇരിക്കുമ്പോഴാണ് ആന്റോ ആന്റണി വിട്ടുനിന്നു എന്ന മനുഷ്യത്വരഹിതമായ വാർത്ത വരുന്നത്. പുതിയ ടീം തങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിസ്ഥാന പ്രവർത്തകരെ വിജയിപ്പിക്കാനുള്ള മിഷനിലാണെന്ന് പറഞ്ഞതു മുതൽ MV ഗോവിന്ദന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും വിഷമം മനസ്സിലാകും. ആ വിഷമത്തിന് ഏറ്റുകരയാൻ ചില മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചാൽ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അത് ജനാധിപത്യപരമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച വിമതനായ DYFI നേതാവ് വന്നപ്പോൾ CPMൽ യുവരക്തം എന്ന് വാർത്ത തലക്കെട്ട് കൊടുത്തവർ കെ സുധാകരൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി സണ്ണി ജോസഫ് പുതിയ പ്രസിഡന്റായി വന്നപ്പോൾ സുധാകരനെ വെട്ടി സണ്ണി എന്ന് വാർത്ത കൊടുത്ത കുത്തിത്തിരിപ്പൊക്കെ പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ട്. ഈ ടീമിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വിശ്വാസമുണ്ട്. ഇവർ പഞ്ചായത്തും ജയിപ്പിക്കും, നിയമസഭയും ജയിപ്പിക്കുമെന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റത്. കെ.പി.സി.സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ സന്നിധരായിരുന്നു. സൗമ്യനും മൃദു സമീപനക്കാരനുമാണ് സണ്ണി ജോസഫ് എന്നും ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളിയാണ് അദ്ദേഹമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം തന്റെ കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു കെ സുധാകരന്റെ പ്രസംഗം. പാർട്ടിയെ ജനകീയമാക്കാനും UDFന്റെ അടിത്തറ ശക്തമാക്കാനും കഴിഞ്ഞതായി സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. അതേസമയം പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും സ്ഥാനമേറ്റെടുത്തു.